ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഞാനതാ ചോദിക്കുന്നത്, 1,72,00,000 അതിന് ഇൻകം ടാക്സ് കൊടുത്തതാണ്, അതിന് GST കൊടുത്തതാണ്. അതൊന്നും കൊടുത്തിട്ടില്ല. അതൊന്നും കൊടുക്കാത്തതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. കൊടുക്കാത്തതിൻ്റെ ഭാഗമായി CMRL എന്ത് ചെയ്തു? CMRL അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് ഇൻട്രീ സെറ്റിൽമെന്റ് ബോർഡ് അവർ പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങൾ ഇൻകം ടാക്സ് മതിയായ ഇൻകം ടാക്സ് കൊടുത്തില്ല, വരുമാനം നിങ്ങൾ കുറച്ച് കാണിച്ചു, അതുകൊണ്ട് ഇത്രയും കൂടി നിങ്ങൾ തരണമെന്ന് പറഞ്ഞു. അതവർ കൊടുക്കുകയും ചെയ്തു. അവര് ആ കാശ് കൊടുത്തു. ആര് കൊടുത്തു? CMRL കൊടുത്തു. അപ്പോ ഇൻട്രീ സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞു, ഇൻകം ടാക്സ് ഇൻട്രീ സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞു, ഇതോടുകൂടി കഴിഞ്ഞു, ഇനി പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഇവർക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചത് എന്തായി? ഒരു ഏജൻസി പറയുകയാണ് ഇവർക്ക് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇവരുടെ പേരിൽ പ്രോസിക്യൂഷൻ എടുക്കണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ മറ്റൊരു ഏജൻസി പറയുകയാണ് ഇപ്പൊ ഞങ്ങൾ കുറ്റപത്രം കൊടുത്തു. ഏതാ നിൽക്കുക? അപ്പൊ എന്തായാലും ഇത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ രാജിവെക്കണം, മകളുടെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റപത്രം വന്നസ്ഥിതിക്കുന്നതാണ് പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്നത്. അത് പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കാലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു സുഖം കിട്ടുമല്ലോ. ഈ മലയാളത്തിലൊരു ശൈലി ഉണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അൺപാർലമെന്ററി ആകുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇതൊരു സുഖമുള്ള കാര്യമാണല്ലോ, രാജിവെക്കണം. മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്തു, അതുകൊണ്ട് മുഖ്യമന്ത്രി അല്ല, അതെല്ലാം കോടതി 2 കോടതി 3 കോടതി തള്ളി, ഒരു ഹൈക്കോടതിയും തള്ളി, 2 വിജിലൻസ് കോടതിയും തള്ളിയില്ലേ. അഴിമതിയായിട്ട് ഇതിന് ബന്ധപ്പെട്ടിട്ട് പറയണ്ട. അത് ഇവർക്ക് നോക്കാനുള്ള ഒരധികാരവും ഇല്ല, യാതൊരു അധികാരവും ഇല്ല. അഴിമതിയായി ബന്ധപ്പെട്ടു മതിയായിട്ടുള്ള ഇൻകം ടാക്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. മതിയായ ഇൻകം ടാക്സ് ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് അവർക്ക് ഇൻകം ടാക്സ് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഞങ്ങൾ 2 സ്ഥാപനത്തിനും കൊടുത്തു എന്ന് ഉത്തരവും വന്നതാണ്. പിന്നെ ഇപ്പം ഇവർ പറയുന്നത് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പാകെ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ്. ഞങ്ങളിപ്പോൾ ധൃതി പിടിച്ചിട്ട് കുറ്റപത്രം കൊടുക്കാൻ പോകുന്നില്ല, ഹൈക്കോടതിയുടെ വിധി വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ഇന്ന് ഈ സമ്മേളനം നടക്കുമ്പോൾ കൊടുത്തത് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാം. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉള്ളി പൊടിച്ചതുപോലെ തന്നെ പൊടിയൂ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. വീണേൻ്റെ മാത്രമല്ല ഇനി കഴിയാൻ പോകുന്നത് വേറെ ആളാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങളൊരു ചോദ്യം വേറെ അങ്ങോട്ട് ചോദിക്കണ്ടേ? എന്താണെന്നറിയോ? കുടനാടൻ കൊടുത്ത കേസിന്റെ അനുബന്ധമായി തന്നെ രമേശ് ചെന്നിത്തലയെയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ റെസ്പോണ്ടന്റ് ആക്കിയത് ഇല്ലേ? പിണറായി വിജയനെ റെസ്പോണ്ടന്റ് ആക്കുന്ന മനസ്സിലാക്കാം. അവരെ രണ്ടുപേരെല്ലാം മറ്റേ നമ്മുടെ പഴയ മന്ത്രിയുണ്ട്, ലീഗിന്റെ ഇബ്രാഹിം കുഞ്ഞുണ്ട്. എന്തിനാ അവരെ റെസ്പോണ്ടന്റ് ആക്കിയത്? UDF ഘടക കക്ഷികളെ റെസ്പോണ്ടന്റ് ആക്കി പ്രതികളാക്കി കൊടുത്ത ഒരു കേസ് ആരോട് ചോദിച്ചിട്ടാ? KPCCയോട് ചോദിച്ചിട്ടുണ്ടോ? കുടനാടൻ വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരുമല്ലോ. അതിന്റെ കൂടെ ഇത് ക്ലബ് ചെയ്തത് ആരാ? സുരേഷ് മരണപ്പെട്ടല്ലോ, ഗിരീഷ് മരണപ്പെട്ടല്ലോ. പിന്നെ ആരാ വന്നത്? റോക്സി അല്ലേ? ആദ്യം സുരേഷിനെ കൊണ്ട് പിടിപ്പിച്ചു. ഏത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഗിരീഷ് മൂവാറ്റുപുഴയിൽ. ഉടനെ തന്നെ ആ കേസ് തള്ളി. അതേ സബ്ജക്ട് മാറ്റർ വെച്ചുകൊണ്ട്, അതേ കോസ് ഓഫ് ആക്ഷൻ വെച്ചുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ മുമ്പാകെ പോവാണ്. ആര് പോകുന്നു? കുടനാടൻ.